എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് മകൻ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് മല്ലിക സുകുമാരൻ. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ പറയുകയില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ടെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. മേജർ രവിയെയും ഫേസ്ബുക്ക് കുറിപ്പിൽ മല്ലിക സുകുമാരൻ വിമർശിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഒരു അമ്മയുടെ വേദനയാണത്. പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ പറഞ്ഞിട്ടില്ല, ഇനി പറയുമെന്നും തോന്നുന്നില്ല. സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒരുമിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകുമെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം താൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിലാണെന്ന് പറഞ്ഞിരുന്നു. തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണമെന്നും ആന്റണിയുമായി ചർച്ച ചെയ്യണമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നതായും മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മേജർ രവി ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നതുകൊണ്ട് മേജർ രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മല്ലിക സുകുമാരൻ ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.